flow that makes me white as snow. No other fount I know, nothing but the blood of Jesus. What can wash away my sin? Nothing but the blood of Jesus. What can make me whole again? Nothing but the blood of Jesus. Oh, precious is the flow that makes me white as snow. No other fount I know, nothing but the blood of Jesus. This is all my hope and peace, nothing but the blood of Jesus. This is all my righteousness, nothing but the blood of Jesus. Oh, precious is the flow that makes me white as snow. No other fount I know, nothing but the blood of Jesus. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശിക്ഷിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പാപത്തിൽപ്പെടാനിടയാകരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവരാജ്യത്തിന്റെ സന്ദേശം അറിയിക്കുവാനും യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് അങ്ങയുടെ തിരുപുത്ര സാക്ഷ്യം വഹിക്കുവാനും ഈ മകളെ ശക്തിയാക്കണമേ. അന്തസ്ഥത്തിലും നാളിൽ സ്ത്രീകന്മാരുടെ മേൽ തീനാവുന്ന രൂപത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഈ മകളെ അനുഗ്രഹിക്കണമേ. സെഖിയോൻ ജാതിയിൽ വെച്ച് സ്ത്രീകന്മാരിൽ ഇറങ്ങിവെന്ന് അവരെ കൃപാവരങ്ങളാൽ സമ്പന്നനാക്കിയ പരിശുദ്ധാത്മാവ് സ്വയലേപം തോറുമായി ഈ മകളിലും എഴുന്നള്ളി വരുമാറാകട്ടെ. സകലത്തിന്റെയും നാഥ, എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വിശ്വസിക്കും, അവനിലും വസിക്കുമെന്ന് അരുളിച്ചെയ്ത മിശിഹായെ, അങ്ങയുടെ ശരീരങ്ങൾ ഭക്ഷണപാനീയമായി സ്വീകരിക്കുവാൻ ഞങ്ങൾ എടുക്കുന്നതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയെ ആദ്യമായി സ്വീകരിക്കാൻ പോകുന്ന ഈ മകളെ പ്രസാദവ്യവസ്ഥയിൽ എപ്പോഴും സംരക്ഷിച്ചു കൊള്ളണമേ. ഈ മകളുടെ ജീവിതം മുഴുവനും അങ്ങ് മാർഗദീപമാവുകയും വഴിയും സത്യം ജീവൻ പ്രകാശമായ മിശിഹായെ, അങ്ങേ ആദ്യമായി സ്വീകരിക്കാൻ പോകുന്ന ഈ മകളെ അങ്ങയുടെ ചൈതന്യം തന്നിറക്കുകയും മറ്റുള്ളവർക്ക് മാർഗദീപമാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവിന്റെ ഇടയനാകുന്ന എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സാക്ഷിയായ പുറത്തേക്കിൽ അവിടുന്ന് വിശ്രാമം കൊള്ളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് നയിക്കുന്നു. അവിടുന്ന് എന്നെ ബലപ്പെടുത്തുകയും തന്റെ നാമത്തിൽ ചേർന്ന് നീതിയുടെ പാതയിലൂടെ തന്നെ നയിക്കുകയും ചെയ്യും. മരണത്തിന്റെ താഴ്വരയിലൂടെ നീ നടക്കുന്നെങ്കിലും അവിടുന്ന് എന്നെ കൂടിയുള്ളതിനാൽ ഞാൻ ഭക്തം ഭയപ്പെടുകയില്ല. അവിടെ തൂന്നുകൂടിയും രണ്ടും എനിക്ക് ഉറപ്പുന്നു. ശത്രുക്കളുടെ മുമ്പിൽ വെച്ച് തന്നെ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ്സുതാലം കൊണ്ട് പൂശുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുന്ന് നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ നിഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ശംശിയായുടെ സുവിശേഷം. യോഹന്നാൻ: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു.
നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന എന്റെ അപ്പം ശരീരമാണ്. എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്. എന്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. Some hope in chariots, some hope in wealth. My hope is Jesus and nothing else. Oh, such love and grace leads me to seek my Savior's face. Some hope in armies and the strength of man. My hope is Jesus, who calls me friend. He bears me up if I should fall. My everything, my all in all. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണവും സ്ഥൈര്യവും സ്വീകരിക്കാൻ പോകുന്ന മേരി കർത്താവിൻ്റെ അൾത്താരയ്ക്ക് മുന്നിൽ ഇന്ന് ആയിരുന്നുകൊണ്ട് ഈശോയെ സ്വീകരിക്കാനായിട്ട് നിൽക്കുമ്പോൾ ഈശോ ഈ കുഞ്ഞിലേക്ക് എഴുന്നേറ്റ് വരാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഈ വിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കുചേർന്ന് ഈ മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ പരിശുദ്ധാത്മാവ് ഈ കുഞ്ഞിലേക്ക് പ്രത്യേകമായിട്ട് എഴുന്നേൽക്കുന്ന ഈ കുഞ്ഞിനെ ആത്മാവിൻ്റെ വരങ്ങൾ കൊണ്ടും ദാനങ്ങൾ കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും പൂരിതമാക്കാനായിട്ട് പോവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് ഈ കുഞ്ഞിലേക്ക് ലഭിക്കാൻ, അങ്ങനെ ധീരനായ ഈശോയുടെ സാക്ഷിയായിട്ട് ജീവിക്കാനായിട്ടുള്ള കൃപാവരം ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു ആഗ്രഹം പൂർത്തീകരിക്കുകയാണ്. ദൈവദാനമായിട്ട് തന്ന ഈ മകളെ ദൈവത്തിനായിട്ട് ഇന്ന് പ്രത്യേകം സമർപ്പിക്കുന്ന ദിവസമാണ്. ഈ മാതാപിതാക്കളിലൂടെയാണ് സ്വർഗീയ പിതാവ് ഈ കുഞ്ഞിനെ എന്നും അനുഗ്രഹിക്കുക. ഇന്ന് ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ ദിവസം ആയതുകൊണ്ട് മേരി ഇപ്പോൾ മുട്ടുകുത്തുന്നു. മാതാപിതാക്കൾ ഈ വശങ്ങളിലേക്ക് എടുത്തിരുന്നില്ല, കുട്ടിയുടെ വശങ്ങളിലേക്ക് എടുത്തിരുന്നില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഈ കുഞ്ഞിനെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇന്ന് ഈശോയെ സ്വീകരിക്കാൻ പോകുന്ന ഈ കുഞ്ഞിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. ഈ കുഞ്ഞിനെ അങ്ങയുടെ സ്വന്തമാക്കണമേ. ഈ കുഞ്ഞെ എന്നും ഈശോയ്ക്ക് സ്വന്തപ്പെട്ടവളായിട്ട് ജീവിക്കാനും ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാൻ കൃപ കൊടുക്കണമേ. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ. ഈ കുഞ്ഞിനെ ശക്തിപ്പെടുത്തണമേ. ജ്ഞാനത്തിലും വിവേകത്തിലും ബുദ്ധിയിലും ശാരീരികമായ ആരോഗ്യത്തിലും മാനുഷികമായ നന്മകളിലും പുണ്യത്തിലും വളരാൻ വേണ്ട കൃപാവരം ഈ കുഞ്ഞിലേക്ക് പരിശുദ്ധാത്മാവെ അങ്ങ് പ്രദാനം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
പരിശുദ്ധൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങിവന്ന ജീവനുള്ള അപ്പമായ അങ്ങയുടെ തിരുക്കുമാരന്റെ തിരുശരീരവും തിരുരക്തവും നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ആത്മശരീര നൈർമല്യത്തോടെ ഈ ദൈവിക രഹസ്യങ്ങൾ പരിക്രമം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവിന്റെ ഇടയാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. അവിടുന്ന് എനിക്ക് വിശ്രമമിടുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് ബലപ്പെടുത്തുകയും തന്റെ നാമത്തിന് ചേർന്ന വിധം നീതിയുടെ പാതയിലൂടെ എന്നെ നയിക്കുകയും ചെയ്യും. മരണത്തിന്റെ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് എന്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഒട്ടും ഭയപ്പെടുകയില്ല. എന്റെ ശത്രുക്കളുടെ മുമ്പിൽ വെച്ച് തന്നെ അവിടുന്ന് എനിക്ക് എഴുന്നേൽക്കുന്നു. എന്റെ ശിരസ്സതയും കൊണ്ട് കുരിശിന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. പരിശുദ്ധാത്മാവിൻ സ്തുതിയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൊടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാവട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരനെ, പൗലോസ്ലീഹ കൊറിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവെ ആസ്വദിക്കണമേ. അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭാരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതയ്ക്ക് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അരുൾ ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ താൻ തൻ്റെ ഇഷ്ടാവധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നവരും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. നമ്മുടെ കർത്താവായ യേശുവിനായി സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 6 തിരുവചനങ്ങൾ 51 മുതൽ 58 വരെ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ളപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു. അതുപോലെയല്ല
ഈ അപ്പം ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ഇന്ന് ആനുവേലിയുടെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ സുദിനമാണ്. മാമോദീസായിലൂടെ ദൈവത്തിൻ്റെ മകളായിട്ട് തീർന്നു. ഇന്ന് ദൈവത്തിൻ്റെ ഈ മകൾക്ക് ഇതാ ദൈവം തന്നെ പൂർണ്ണമായിട്ടും നൽകുകയാണ്. അപ്പമായിട്ട് ഈശോ ഇന്ന് ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരുന്ന ദിനം, ഇതിനേക്കാൾ വലിയ ഒരു ദിനം നമുക്ക് മനുഷ്യ ജീവിതത്തിൽ ലഭിക്കാനായിട്ട് ഇല്ല. ഈശോ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് അപ്പമായിട്ട് തീർന്ന് ജീവന്റെ അപ്പമായിട്ട് നമ്മിലേക്ക് എഴുന്നള്ളി വരികയാണ്. നമുക്കറിയാം, നമ്മളാരും ഈശോയെ സ്വീകരിക്കാനായിട്ട് യോഗ്യയോ അർഹരോ അല്ല. പക്ഷെ ദൈവം നമ്മോട് കാണിക്കുന്ന വലിയ സ്നേഹം, അവിടുത്തെ വലിയ കാരുണ്യം, എന്നും മനുഷ്യമക്കളോടുകൂടെ ആയിരിക്കാൻ, മനുഷ്യമക്കളോടുകൂടെ ജീവിക്കാൻ അവിടുന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അന്ത്യകാലവേളയിലെ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് അരുളി ചെയ്ത വചനങ്ങൾ, ഇത് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ട് മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്, നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുക. ഇത് അനേകർക്ക് വേണ്ടിയിട്ട് ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാണ്, നിങ്ങളിത് വാങ്ങി പാനം ചെയ്യുക. ഈ ഉദാസ സ്ഥാപിച്ചുകൊണ്ട് അപ്പവും വീഞ്ഞും എടുത്ത് കർത്താവ് ആശീർവദിച്ച് അത് തൻ്റെ രക്തമാക്കി മാറ്റി തൻ്റെ ശിഷ്യന്മാർക്കായിട്ട് വിളമ്പിക്കൊടുക്കുകയാണ്, പങ്കുവെച്ച് കൊടുക്കുകയാണ് ഈശോ ചെയ്തത്. എന്നിട്ട് കർത്താവ് അരുളി ചെയ്തു, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്തു. പഴയ നിയമത്തിൽ നമുക്ക് കാണാം, ദൈവം ഇസ്രായേൽ ജനവുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കി. നീ എൻ്റെ ജനം, ഞാൻ നിന്റെ ദൈവം. എൻ്റെ ജനമായ നിങ്ങൾ എന്നെ എൻ്റെ ദൈവമായിട്ട് സ്വീകരിക്കുമ്പോൾ ദൈവവും മനുഷ്യനും തമ്മിൽ അവിടുന്ന് ഉടമ്പടി ഉണ്ടാക്കി. സീനാ മലയിൽ വെച്ച് ഈശോ ഇതാ മോശബലിയായിട്ട് 10 പ്രമാണങ്ങൾ നൽകി. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമാണ് 10 കൽപ്പനകൾ. ദൈവത്തിന്റെ മക്കള് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ആ കൽപ്പനകളിലൂടെ ദൈവമായ കർത്താവ് നമുക്ക് പറഞ്ഞു തരികയാണ്. ആ കൽപ്പനകളനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് നിത്യസൗഭാഗ്യം, സ്വർഗഭാഗ്യം ലഭിക്കുക. ഇതാ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ നമുക്ക് 11ാമത്തെ കൽപ്പന നൽകി, നിങ്ങൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുക. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. നാം ആരും മരിക്കാതിരിക്കാനായിട്ട്, നാം എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈശോ തന്നെ അപ്പമാക്കിയിട്ട് തന്റെ ശരീരം, തന്റെ രക്തം നമുക്കായിട്ട് വെച്ച് കിടക്കുകയാണ് പരിശുദ്ധ കുർബാനയിലൂടെ. അതുകൊണ്ട് ഈശോ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്, ഈശോ പ്രവർത്തിച്ച ഏറ്റവും വലിയ അത്ഭുതമാണ് വിശുദ്ധ കുർബാന. ഈശോ പറഞ്ഞു വെക്കുന്നുണ്ട് സുവിശേഷത്തിലെ, പിതാക്കന്മാരെ മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം, ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ഈശോയുടെ വാക്കുകളാണ്. മരുഭൂമിയിൽ ദൈവമായ കർത്താവ് വിശന്നു വലഞ്ഞ ഇസ്രായേൽ ജനത്തിന് മന്ന നൽകി, കാടപ്പക്ഷിയെ നൽകി, പാറപ്പുറത്തിൽ നിന്ന് വെള്ളം നൽകി. അവരൊക്കെ മരിച്ചുപോയി, പിതാക്കന്മാര് മരിച്ചു. പക്ഷേ ഞാൻ നൽകുന്ന അപ്പം ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. നിത്യജീവന്റെ അപ്പമാണ് ഞാൻ, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പമാണ് ഞാൻ. ഈ അപ്പം ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. യേശുവാണ് ഈ അപ്പം.
ഈ അപ്പം സ്വീകരിക്കാനായിട്ട്, ഈശോയെ സ്വീകരിക്കാനായിട്ടാണ് ആൻ മേരി ഇന്ന് വലിയ ആഗ്രഹത്തോടുകൂടെ, വലിയ സന്തോഷത്തോടുകൂടെ സ്നേഹിതരുടെയും ബന്ധുമിത്രാദികളുടെയും ഒക്കെ സാന്നിധ്യത്തില് ഇന്ന് വളരെ ആഘോഷപൂർവ്വം വിശുദ്ധ കുർബാന സ്വീകരിക്കുക. വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാല് മനസ്സിലാക്കേണ്ടത് ഈശോന്റെ കൂടെ ഉണ്ട്, ഈശോന്റെ കൂടെ വസിക്കുന്നത്. എന്റെ ഈശോയുടെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. ഈശോ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്നും ഈശോയോട് കൂടെ ആയിരിക്കണം. അപ്പോൾ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട നല്ല മകളായിട്ട് ജീവിക്കുക. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. അതാണ് ഈശോ ആഗ്രഹിക്കുക. ബാലനായ യേശുവിനെ കുറിച്ച് സുവിശേഷം പറഞ്ഞിരിക്കുകയാണല്ലോ. അവൻ തന്റെ മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ട് ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലെ ജ്ഞാനത്തില് വളർന്നു വന്നു എന്നുള്ളതാണ് യേശുവിന്റെ ബാല്യകാല ജീവിതത്തെ കുറിച്ച് സുവിശേഷം കുറിച്ച് വെച്ചിരിക്കുക. അന്മേരി ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈശോ നൽകിയ മാതാപിതാക്കള്, ഗുരുഭൂതരെ ഒക്കെ ബഹുമാനിക്കണം, അനുസരിക്കണം. അവർക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന കുഞ്ഞായിട്ട് വളർന്നു വരണം എന്നുള്ളതാണ് ഈശോ ആഗ്രഹിക്കുക. മാതാപിതാക്കന്മാരെ, ഗുരുഭൂതരെ കാണപ്പെടുന്ന ദൈവമായിട്ടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. മാതാപിതാ ഗുരുദൈവം. മാതാപിതാക്കന്മാരും ഗുരുക്കന്മാരും ദൈവത്തിൻ്റെതാണ്. അവരിലൂടെയാണ് ദൈവത്തിന്റെ സ്വരം ഈ കുഞ്ഞിനെ ലഭിക്കുക. അപ്പോൾ ഈശോയെ സ്വീകരിച്ച കുഞ്ഞുങ്ങൾ അനുസരണയുള്ള കുഞ്ഞുങ്ങളാകണം. മാതാപിതാക്കന്മാരെ, ഗുരുക്കന്മാരെ, മുതിർന്നവരെ അനുസരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് കടമയാണ്. അവരിന് വേണ്ട നിർദ്ദേശങ്ങള്, വേണ്ടതായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർന്നു തരും. അവരിലൂടെയാണ് ദൈവം സംസാരിക്കുക. അങ്ങനെ നല്ല കുഞ്ഞായിട്ട് വളരാൻ, നല്ല കുഞ്ഞായിട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കണം. എൻ്റെ ശരീരം ഭക്ഷിച്ചാൽ, എൻ്റെ രക്തം പാനം ചെയ്താൽ ഈശോ കൂടെ വസിക്കുന്നുണ്ട്, ഈശോ കൂടെയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. യഥാർത്ഥ ഭക്ഷണം ഈശോ നൽകുന്ന ഭക്ഷണമാണ്. യഥാർത്ഥ പാനീയം ഈശോ നൽകുന്ന പാനീയമാണ്. അങ്ങനെ ഈ യഥാർത്ഥ ഭക്ഷണം, ഈ യഥാർത്ഥ പാനീയം സ്വീകരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈശോ കൂടെ വസിക്കുന്ന, ഈശോയുടെ കൂടെ ജീവിക്കുന്ന ആ വലിയ സന്തോഷത്തിന്റെ, വലിയ സമാധാനത്തിന്റെ അനുഭവം ഉണ്ടായിരിക്കും. അപ്പൊ ഈശോ നമ്മുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുമ്പോഴാണ്, ഈശോ കൂടെ ഇല്ലാത്തപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളും ദുഃഖങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുക. ഈശോ കൂടെ ഉണ്ടെങ്കിൽ, ഈശോയുടെ കൂടെ വസിക്കുകയാണെങ്കിൽ ഈശോ നമ്മെ വേണ്ട രീതിയിൽ പരിപാലിക്കും. അപ്പോൾ ഈശോയോട് കൂടെ വസിക്കുക, ഈശോയോട് കൂടെ ജീവിക്കുക. പരിശുദ്ധ കുർബാനയോട് എന്നും ഭക്തിയുള്ള, പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതമായിരിക്കണം നയിക്കേണ്ടത്. ഈ കുർബാന നമ്മൾ അർപ്പിക്കുമ്പോൾ, ആ കുർബാനയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകും. നാം ചോദിക്കാതെ തന്നെ നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നമുക്ക് നൽകി നമ്മെ അവിടുന്ന് നല്ല വഴിയിലൂടെ, നേർവഴിയിലൂടെ നമ്മെ നയിക്കുമെന്നുള്ള കാര്യം ഉറപ്പുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് വിശുദ്ധ ബലി അർപ്പിച്ച് കുർബാന കേന്ദ്രീകൃതമായ ഒരു വിശ്വാസ ജീവിതം, ക്രൈസ്തവ ജീവിതമായിരിക്കണം നയിക്കേണ്ടത്. അതിനായിട്ടാണ് ഇന്ന് ഈശോ ആഘോഷപൂർവ്വം ഈ കുഞ്ഞിലേക്ക് എഴുന്നള്ളിരിക്കുക. ഇത് ഈ കുഞ്ഞിന്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ ദിനമാണ്. ഇതിനേക്കാൾ വലിയൊരു ദിനം ഇനി ജീവിതത്തിൽ ഉണ്ടാകില്ല. ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കും, ഞാൻ വലിയ നിലയിലെത്തിച്ചേരുമ്പോൾ, വലിയ ഗ്രേഡ് കൂടിയിട്ടൊക്കെ റിസൾട്ട് ഉണ്ടാകുമ്പോൾ, എൻ്റെ പഠന രംഗത്തോ മറ്റു ജോലി രംഗത്തൊക്കെ എനിക്ക് വലിയ സ്ഥാനങ്ങള്, വലിയ ബഹുമതികൾ കിട്ടുമ്പോൾ അതാണ് എൻ്റെ ജീവിതത്തിൽ അവിസ്മരണീയമായ ദിനം എന്ന്. അതൊക്കെ താൽക്കാലികമാണ്. അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങാണ് ഈശോ നമ്മിലേക്ക് എഴുന്നള്ളി വരിക എന്നുള്ളത്. സർവശക്തനായ ദൈവം, എന്നെ സൃഷ്ടിച്ച ദൈവം, എന്നെ പരിപാലിക്കുന്ന, ഈ പ്രപഞ്ചത്തെ മുഴുവൻ പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം തന്നെ ശൂന്യനാക്കിക്കൊണ്ട് അപ്പമായിട്ട് തീർന്ന്
നമ്മിലേക്ക് എഴുന്നേണ്ടി വരുന്ന കൂദാശയ. അങ്ങനെ ഈശോ നമ്മുടെ ശരീരത്തിൽ അലിഞ്ഞ് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേരുകയാണ് ചെയ്യുക. നാം കഴിക്കുന്ന ഭക്ഷണം നമുക്കറിയാം, അത് അന്നജമായിട്ട് നമ്മുടെ ശരീരത്തിലെ മാംസമായിട്ടും രക്തമായിട്ടും അലിഞ്ഞു ചേരുന്നത്. ഇതുപോലെ ഈശോ അപ്പമായിട്ട് നമ്മിലേക്ക് എഴുന്നേണ്ടി വരുമ്പോൾ സംഭവിക്കുന്നത് എന്താ? നമ്മുടെ സ്ഥിരകളിലൂടെ ഒഴുകുന്ന രക്തത്തിലെ ഈശോയുണ്ട്, നമ്മുടെ ശരീരത്തിലെ മാംസത്തിലെ ഈശോ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അവിടെ ഒരിക്കലും നാശത്തിലേക്ക് പോകാൻ, നരകത്തിലേക്ക് പോകാനായിട്ട് അനുവദിക്കുകയില്ല. അതാണ് ഈശോ പറഞ്ഞിരിക്കുക, ഇതാ സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ് ഞാൻ, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. നിത്യജീവന്റെ നിത്യരക്ഷയുടെ ഭക്ഷണമാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് കുർബാനയോട് ഏറെ സ്നേഹവും ഭക്തിയും ഉള്ള കുട്ടിയായിട്ട് ജീവിക്കുക. ഈശോയെ എന്നും കൂടെ കൊണ്ട് നടക്കുക. ഈശോയുടെ കൂടെ അറിയിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. ഇന്ന് തന്നെയാണ് സ്ഥൈര്യലേഖന കൂദാശ സ്വീകരിക്കുക. 3 കൂദാശകളാണ് ആത്മാവിലെ മുദ്രയിടപ്പെടുന്ന കൂദാശകൾ. മാമോദിസ, സ്ഥൈര്യലേഖനം, തിരുവട്ടം. ഈ 3 കൂദാശകളും നമ്മെ ലോകത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന കൂദാശകളാണ്. നമ്മുടെ ആത്മാവിൽ മുദ്രയിടപ്പെടുന്ന കൂദാശകളാണ്. മാമോദിസയിലൂടെ ഈ മൂഹം വിശുദ്ധ തൈലം കൊണ്ട് ലേഖനം ചെയ്യുമ്പോൾ അത് ആത്മാവിൽ മുദ്രയിടപ്പെടുന്നത്. ഈ കുഞ്ഞ് ദൈവത്തിന്റെ കുഞ്ഞായിട്ട് മാറി സ്വർഗത്തിന്റെ അവകാശിയായിട്ട് തീർന്ന കുഞ്ഞാണ് എന്ന മുദ്ര, ആത്മാവിൽ മായാത്ത മുദ്ര പതിക്കുന്ന കൂദാശയാണ് മാമോദിസ. സ്ഥൈര്യലേഖന കൂദാശയും ആത്മാവിൽ മുദ്രയിടപ്പെടുന്ന കൂദാശയാണ്. പെന്തക്കോസ്താനാണ് പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിലെ അപ്പസ്തോലന്മാരിലേക്ക് എഴുന്നള്ളി വന്നു. ആ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ കുഞ്ഞിലേക്ക് എഴുന്നള്ളി വന്ന് ഈ കുഞ്ഞിനെ ഇതാ മുദ്രയിടപ്പെടുകയാണ്. യേശുവിന്റെ ധീര സാക്ഷിയായിട്ട്, പടയാളിയായിട്ട്, സുവിശേഷത്തിന് സാക്ഷി വഹിക്കാനായിട്ട് പ്രാപ്തയായ വ്യക്തിയായിട്ട് തീർന്നു എന്നുള്ളതിന്റെ അടയാളം ആത്മാവിൽ മുദ്രകൾ ചെയ്യുന്ന ഉദാശയാണ് സ്ഥൈര്യലേഖനം. പരിശുദ്ധാത്മാവ് പ്രത്യേകമായിട്ട് ഇന്ന് കുഞ്ഞിലേക്ക് എഴുന്നേറ്റ് വന്ന് ആത്മാവിന്റെ വലിയ അഭിഷേകം കൊണ്ട് നിറയുന്ന പൂരിതമാകുന്ന ഉദാശയാണ് സ്ഥൈര്യലേഖനം. ആത്മാവിന്റെ വരങ്ങൾ, ആത്മാവിന്റെ ദാനങ്ങൾ, ആത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് പൂരിതയാണ്. അങ്ങനെ നല്ല സ്നേഹമുള്ള നല്ല മകളായിട്ട് ജീവിക്കാൻ കർത്താവ് പരിശുദ്ധാത്മാവ് ഇവർക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഈ കുഞ്ഞിനെ ഇന്ന് പ്രത്യേകമായിട്ട് ഈശ്വരക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ അനുഗ്രഹീതമായ സുദിനത്തിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഏറ്റവും സന്തോഷത്തോടെ സ്നേഹത്തോടെ നേരുന്നു. എന്നും ഈശോ കൂടെ ഉണ്ടാകട്ടെ, ഈശോ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ അനുഗ്രഹപൂർണമായ ഒരു നല്ല വിശ്വാസ ജീവിതം നയിക്കാനായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഈ കുഞ്ഞിനെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ ചൊരിയണമേ. മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും വളർന്ന് സഭാഗാത്രത്തെ കെട്ടിപ്പടുക്കുന്നവരാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഇപ്പോൾ ഈ കുഞ്ഞ് വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ്. മാമോദിസായുടെ വേളയിലെ ഈ കുഞ്ഞിന് വേണ്ടി വിശ്വാസം ഏറ്റുപറഞ്ഞത് തലതൊട്ടപ്പനും തലതൊട്ടമ്മയുമാണ്. ഇന്ന് പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണവും സ്ഥൈര്യലേഖനവും സ്വീകരിക്കുന്നതിന് മുൻപ് ബോധപൂർവം ഈ കുഞ്ഞ് ത്രിത്വിക ദൈവത്തിലുള്ള വിശ്വാസം, കത്തോലിക്ക സഭയിലുള്ള വിശ്വാസം, നിത്യജീവിതത്തിലുള്ള വിശ്വാസം, പുണ്യവാന്മാരുടെ ഐക്യത്തിലുള്ള വിശ്വാസം എന്ന് പരസ്യമായിട്ട് ത്രിത്വിക ദൈവത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുകയാണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്
ഈ കുഞ്ഞ് മറുപടി പറയുക, ഞാൻ വിശ്വസിക്കുന്നു എന്ന് വിട്ടുകൊടുക്കുക. പ്രിയ കുഞ്ഞ്, നീ മാമോദിസ വഴിയാണ് തിരുസഭയിലേക്ക് പ്രവേശിച്ചതും സ്വർഗത്തിന് അവകാശിയായതും. നിന്റെ മാമോദിസ ദിവസം നിന്റെ തലതത്തപ്പനും തലതത്തമ്മയും നിനക്ക് വേണ്ടി വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറഞ്ഞു. ഇന്ന് ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുമ്പോൾ നീ തന്നെ കത്തോലിക്ക സഭയുടെ വിശ്വാസ രഹസ്യങ്ങൾ ഏറ്റുപറയുവാൻ പോകുകയാണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകി നിന്റെ വിശ്വാസം ഇപ്പോൾ പരസ്യമായിട്ട് തിരുസഭ മുമ്പാകെ പ്രഖ്യാപിക്കുക. സർവശക്തൻ പിതാവും ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവുമായ ഏകദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ? ദൈവത്തിൻ്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ നീ വിശ്വസിക്കുന്നുവോ? അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യയാകുന്നുവെന്നും അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തുവെന്ന് നീ വിശ്വസിക്കുന്നുവോ? മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നുവെന്നും നീ വിശ്വസിക്കുന്നുവോ? അവിടുന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നീ വിശ്വസിക്കുന്നുവോ? അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നുവെന്നും മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ വീണ്ടും വരുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിൽ നീ വിശ്വസിക്കുന്നുവോ? ഏകവും പരിശുദ്ധവും ശ്രൈഹികവും സാർവത്രികവുമായ സഭയിൽ നീ വിശ്വസിക്കുന്നുവോ? പാപമോചനത്തിനുള്ള ഏകമാമോദിസയിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യായുസ്സിലും നീ വിശ്വസിക്കുന്നുവോ? നീ ഏറ്റുപറഞ്ഞ വിശ്വാസമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. What
ദാസന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തി അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്ലീഹന്മാരുടെയും അവരുടെ പിൻഗാമികളുടെയും കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവിന്റെ ദാനം ഇന്നും സഭയിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് ഈ ദിവിദാനം അങ്ങയുടെ മകൾക്ക് നൽകുന്നതിനെ എളിയവനായ എന്നെയും യോഗ്യനാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദീസായുടെ പുതുജന്മവും മിശിഹായുടെ മൗലിക ശരീരത്തിൽ അംഗത്വവും നിത്യജീവിതത്തിനുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ മകളെ മുദ്രിതയാക്കണമേ. ആബാ പിതാവേ എന്ന് അങ്ങയെ വിളിക്കുവാൻ പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെ ഈ മകൾക്കങ്ങ് നൽകണമേ. കൈവെപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിനെ സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളിയും സഭയുടെ വിശ്വസ്തദാസിയുമായി ജീവിക്കുവാൻ ഈ മകളെ ശക്തയാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഈ മകളിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ മകൾക്കിടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ മകൻ സ്വീകരിച്ച ജീവിതായ്മയാണ് പരിശുദ്ധാത്മാവിന്റെ കൃപാവര പൂർണ്ണതയും ഇവൾ ആരംഭിച്ചിരുന്ന അവ ജീവിതവും ധരിച്ചിരിക്കുന്ന ജീവിതകാലം ശത്രുവിന്റെ എല്ലാ വിതരണത്തിലും മകളെ സംരക്ഷിക്കട്ടെ. വിശുദ്ധായ ജീവകരണം ജീവിതത്തിൽ ഇവർക്കിടയാവുകയും ചെയ്തിട്ട് ഇപ്പോഴും സൗഭാഗ്യത്തിൻ്റെയും അടയാളമായി ഈ മകൾ അണിയുന്ന ഈ കിരീടങ്ങളെയും ഇവർക്ക് സാക്ഷി നൽകപ്പെടുന്ന രക്ഷയുടെ പ്രതീകമായ കുരിശുരൂപങ്ങളെയും ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയുടെ പ്രതീകമായ തിരികളെയും ഇവർക്ക് വഴിവിളക്കായ വിശുദ്ധ ഗ്രന്ഥത്തെയും ആശീർവദിക്കണമേ. ഇവ സ്വീകരിക്കുന്ന ഈ മകൾ ദൈവരാജ്യത്തിൻ്റെ പടയാളിയായി ജീവിക്കുവാൻ പ്രാപ്തയാകട്ടെ, ഇപ്പോഴും എപ്പോഴും ആത്മീയ സൗഭാഗ്യത്തിനടയാളമായി എന്നോടി ജീവന്റെ ജീവിതം പ്രിയ കുഞ്ഞ് ഈശ്വരയുടെ രക്ഷാകരണത്തിന് പ്രത്യേകമായ കുരിശ് ക്രിസ്ത്യാനിയുടെ മുദ്രയും അഭയവുമാണ്. ക്രിസ്തുവിൻ്റെതാണ് ഞാൻ സ്മരിപ്പിക്കപ്പെടുന്ന ഈശ്വരയുടെ ഈശ്വരയാണ്. മനുഷ്യരുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായി വളർത്തപ്പെടുത്തതിന് നിങ്ങളുടെ വെളിച്ചം അവർക്ക് പ്രകാശിക്കട്ടെ.
ദുഷ്ടശത്രുക്കളിൽ നിന്നും പൈശാചികാക്രമണങ്ങളിൽ നിന്നും ഈ കുഞ്ഞിനെ രക്ഷിക്കുകയും അങ്ങയുടെ പ്രസാദകരത്തിൽ ഈ കുഞ്ഞിനെ എന്നും നിലനിർത്തുകയും ചെയ്യണമേ. നീ എന്നാഗ്രഹിക്കുന്നു ചൊല്ലുക. പുതിയ സഭയിൽ അംഗമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. കർമ്മനാഥയുടെ പ്രത്യേക സംരക്ഷണത്തിൻ്റെ അടയാളമായ പുത്തിരിയും ഭക്തിപൂർവ്വം ധരിക്കാനും ജീവിതശുദ്ധിയെ നിലനിർത്താനും ദൈവമാതാവിനെ സഹായിക്കട്ടെ. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് പുതിയ സഭയാന്തമായി നിന്നെ ഞാൻ സ്വീകരിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹവും കർമ്മനാഥയുടെ സംരക്ഷണവും നിന്നെ നേർവഴിക്ക് നയിക്കട്ടെ. പുത്തിരിയും നിരന്തരം ധരിക്കുകയും വിശുദ്ധിയെ ജീവിക്കുകയും ചെയ്യുക. പോലും എപ്പോഴും എന്നേക്കും രക്ഷാകർമ്മത്തിൽ പങ്കാളിയാകാൻ പരിശുദ്ധ കന്യകമറിയെ തിരഞ്ഞെടുക്കുകയുമേ ഈ ജപമാല ആശീർവദിക്കണമേ. മിശിഹായുടെ ജീവിതത്തെയും മരണത്തെയും അവരെയും അഭിപ്രായത്തെയും ചിന്തിച്ചുകൊണ്ട് ജീവിതം നൽകിയിരിക്കുന്നതിനെ സഹായിക്കട്ടെ. സന്തോഷത്തിലും ദുഃഖത്തിലും സമുചിതരായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അമ്മയുടെ മാധ്യസ്ഥ സംരക്ഷണം ഈ ജപമാല ചെല്ലുന്ന മക്കൾക്ക് എപ്പോഴും ലഭിക്കുവാൻ ഇടയാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വീഞ്ഞിൻ്റെയും സാദൃശ്യങ്ങളിൽ സ്വന്തം ശരീരരക്തങ്ങൾ എനിക്ക് ആത്മീയ മോചനമായി നൽകിയ കർത്താവെ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു, നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സംഭരിച്ച എന്നെ അങ്ങയുടെ സ്നേഹത്തിൽ നിലനിർത്തണമേ. ആഴമുള്ള ദൈവവിശ്വാസം എനിക്ക് നൽകണമേ. സ്നേഹമുള്ള ഈശോയെ, അങ്ങയെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരുവാൻ എന്നെ സഹായിക്കണമേ. മാസത്തിലൊരിക്കലെങ്കിലും കുമ്പസാരിച്ചു കൊള്ളാമെന്നും ഞായറാഴ്ചകളിലും അടുത്ത ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചു കൊള്ളാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എൻ്റെ ഭവനത്തിലും ഇടവകയിലും സഭയിലും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വാഹകയായി വ്യാപരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അങ്ങയുടെ ആത്മാവിന് നയിക്കപ്പെട്ട് ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ വെളിച്ചവുമായി ഞാൻ ജീവിച്ചുകൊള്ളാം. പരിശുദ്ധാത്മാവേ, എന്നെ സംരക്ഷിക്കണമേ. വേദസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും ഇടവക മധ്യസ്ഥയായ വിശുദ്ധ മദർ തെരേസയുടെയും പ്രാർത്ഥന ക്രിസ്തീയ പൂർണ്ണതയിലേക്ക് വളരുവാൻ ഈ മകളെ സഹായിക്കുമാറാകട്ടെ. ഈ സഹോദരിയുടെ സ്വർഗീയ മധ്യസ്ഥതയുടെ അപേക്ഷ ജീവിതയാത്രയിൽ ഇവർക്കെന്നും തുണയായിരിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായെ, നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് ഞങ്ങൾ അർഹരാക്കി വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട സ്വർഗത്തിൽ നിത്യമഹത്വമായി ലഭിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് നിനക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു. സർവ്വത്തിന്റെയും നാഥ എന്നേക്കും. മാമോദീസായിലൂടെ ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മെ ഉയർത്തിയ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നാം എന്നും അവിടുത്തെ ദൈവിഷ്ടം നിറവേറ്റുന്നവരും സുവിശേഷത്തിന് സാക്ഷ്യമടിക്കുന്നവരുമായ ധീരപ്രേക്ഷിതരാകട്ടെ. നാം സ്വീകരിച്ച തിരുശരീരവും തിരുരക്തവും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവിതത്തിനും കാരണമാകട്ടെ. കണ്ണുകൾ കണ്ടിട്ടില്ലാത്തതും കാതുകൾ കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യത്തിന് അവകാശിയായിത്തീരുന്നതുവരെ ആപത്തിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ തെളിവ് നൽകി അവിടെ നിന്നെ സംരക്ഷിക്കട്ടെ.
ഈശോയെ സ്വീകരിക്കാൻ ഇവിടെ ഒരുക്കിയ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അധ്യാപകരെയും ഇന്നത്തെ ക്രമത്തിൽ പങ്കുകൊണ്ട എല്ലാവരെയും സർവശക്തനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ഞങ്ങളെ സ്വീകരിച്ച എല്ലാവരും വിശ്വാസം അറിയിക്കുകയാണ്. ആൻഡ് സ്പെഷ്യൽ കൈ കൊടുക്കാമോ? എല്ലാവരും ചേർന്ന് താങ്ക് യു. ആൻഡ് അടുത്തതായി വേദിയിലേക്ക് ഈ സമയം വെൽക്കം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആൻമേരിയുടെ എല്ലാമായിട്ടുള്ള പ്രിയപ്പെട്ട പാരൻസിനെയാണ്. കാരണം ആൻമേരിക്ക് ഇത്ര ഹാപ്പി ആയിട്ട് ഇത്രയും സന്തോഷത്തോടു കൂടി തന്നെ ഈ ഒരു കൂതാശയെ എൻജോയ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആൻമേരിയെ ഏറ്റവും കൂടുതൽ ഒരുക്കിയിട്ടുണ്ടാവുക ഡെഫിനറ്റ്ലി ആൻമേരിയുടെ പാരൻസ് തന്നെയായിരിക്കും. അക്കാര്യത്തിൽ ഒട്ടും സംശയമില്ല, അല്ലേ? ലൈഫിൽ ഏറ്റവും വലിയ സ്ട്രോങ് സപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് പാരൻസ് തന്നെയാണ്. Alright, ladies and gentlemen, with all due respect and love, I would like to welcome Mr. Shitu Thomas and Mrs. Reggie Shitu onto this wonderful night. ഒപ്പം തന്നെ റിലേറ്റഡ് ബ്രദർ കൂടിയുണ്ട് സാലിയോ. നമുക്ക് ചെയ്യുകയാണ് ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി ഈ സമയം വേദിയിലേക്ക്. സ്നേഹനാഥനായ ഈശോയെ, ഇന്ന് ഈശോയെ സ്വീകരിച്ച് ഇവിടെ ഒന്ന് ചേർന്നിരിക്കുന്ന ആൻമരിയായ പ്രത്യേകം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഈശോയുടെ നല്ല മകളായിട്ടെന്നും ജീവിക്കാനും ഈശോ എന്നും ഈ കുഞ്ഞിൻ്റെ കൂടെ ആയിരിക്കാൻ, അങ്ങനെ ഈ കുഞ്ഞിൻ്റെ ജീവിതം സന്തോഷപ്രദമായിട്ട് നയിക്കാനായിട്ടുള്ള എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും അങ്ങ് ഈ കുഞ്ഞിനെ പ്രദാനം ചെയ്യണമേ. ഈ കുഞ്ഞിനെ ജന്മം നൽകി വളർത്തി വലുതാക്കി ഇന്ന് ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരുക്കി കൊണ്ടുവന്ന കുഞ്ഞിൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ഈ കുഞ്ഞിനെ ആഴമായ ദൈവവിശ്വാസത്തിലും പ്രാർത്ഥന ചൈതന്യത്തിലും വളർത്താൻ അവർക്ക് വേണ്ട കൃപാവരം നൽകണമേ. ഈ കുഞ്ഞിൻ്റെ പ്രിയപ്പെട്ട അപ്പാപ്പനെയും അമ്മാമ്മയെയും കുടുംബാംഗങ്ങളെയും പ്രത്യേകമായിട്ട് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അവരെല്ലാവരും ഈ കുഞ്ഞിൻ്റെ വളർച്ചയിൽ ഈ കുഞ്ഞിനെ
സഹായിക്കാനും ഉത്തമ കത്തോലിക്ക വിശ്വാസത്തിൽ വളർത്താനും വേണ്ട കൃപാവരം നൽകണമേ. ഈ കുഞ്ഞു കുടുംബത്തിനും മാതാപിതാക്കൾക്കും നാടിനും സഭയ്ക്കും സേവനം ചെയ്യുന്ന നല്ല ഒരു കുഞ്ഞായിട്ട് വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമേ. എല്ലാ ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഈ കുഞ്ഞിനെ കാത്തു പരിപാലിക്കണമേ. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് സാമൂഹ്യ തിന്മകൾ വേട്ടയാടുമ്പോൾ അതിലൊന്നും അകപ്പെടാതെ നേർവഴിയിലൂടെ, നന്മയുടെ വഴിയിലൂടെ, വിശുദ്ധിയുടെ വഴിയിൽ ജീവിക്കാനായിട്ടുള്ള കൃപാവരം കൊടുത്ത് ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മ പിതാവേ, കുഞ്ഞിന് വേണ്ടി എന്നും തിരുക്കുമാരന്റെ പക്കൽ മധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ നന്മ നിറഞ്ഞു പറയുന്ന സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ, പ്രത്യേകിച്ചും മരിയയുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടാമോ. കഷ്ടതയിലും കരം പിടിച്ച്, കണ്ണതയിലും കരം പിടിച്ച്, കൺമണി പോകരുതിയവൻ കത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടാമോ. നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടാമോ. ദുഃഖമേറിയപ്പോ നന്മു കരങ്ങിയപ്പോ, ദുഃഖമേറിയപ്പോ മനന്നു കരങ്ങിയപ്പോ, ശാരയനന്നെ അരന്നുടങ്ങി
കൂട്ടുകാരിൽ ഫലമറിഞ്ഞേ ആനന്ദ തൈലം പകർന്ന് കൂട്ടുകാരിൽ ഫലമറിഞ്ഞേ ആനന്ദ തൈലം പകർന്ന് ശത്രുമധ്യേയും തലയുയർത്തി ശത്രുമധ്യേയും തലയുയർത്തി നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേ തിരുനീടാമോ നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേ തിരുനീടുമോ ജീവിതത്തിന്മേടുകളിൽ ഏകയെന്ന് തോന്നിയപ്പോൾ ജീവിതത്തിന്മേടുകളിൽ ഏകയെന്ന് തോന്നിയപ്പോൾ ധൈര്യം തളർന്നും വചനം നൽകി ധൈര്യം നൽകിയിടം വചനം നൽകി നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേ തിരുനീടാമോ നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ Praise the Lord. എന്താ പറയാനുള്ള എന്തെങ്കിലും ഒക്കെ കേൾക്കണ്ടേ എന്നിട്ട് പാട്ടിലേക്ക് പോയാൽ പോലെ വാ സോ ആൻമയുടെ ഒരു എക്സ്പീരിയൻസ് ആൻമയ്ക്ക് അറിയുന്ന പോലെ ആൻമയെ മനസ്സിലാക്കിയ പോലെ ഒന്ന് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോവാണ് കേൾക്കാലോ കേൾക്കാം I was very happy because I was letting Jesus inside me, and today I felt very light. I didn't feel as heavy as I was on the other days. Today I felt very blessed because I had a special event where I let Jesus inside me, and today was the biggest day of my life I have celebrated. Thank you. This time I'll do it till the sun goes down and all the night down. Oh yeah, I'll tell you what I want to do. With a voice and a share too. It's never the right time. Oh yeah, I put my arms around you and you're strong I am. I put my arms around you and I'm unstoppable. I'm a force of no grace. I'm invincible. I'm in every single thing. I'm so powerful. I don't need better reasons, but I'm so confident. I'm unstoppable today. Unstoppable today. Unstoppable today. Unstoppable today. I'm unstoppable today. Thank you. Tu hogi bantu okie matu oke yundedi patanga lagi unai yundedi oke yundedi ira petale ki tu tarigi
ഒരുപാട് മുതിർന്നവരായി നമുക്ക് പറ്റില്ല. ആക്ച്വലി ഇറ്റ്സ് എ മ്യൂസിക്കൽ ചെയർ. മ്യൂസിക്കൽ ചെയർ എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഞാൻ ഒരുപാട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ഇന്ന് ഇവിടെ എങ്ങനെയായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പോകുന്നതെന്ന് നമ്മളൊന്ന് നോക്കാനായിട്ട് പോവാണ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെയർ ഇടും, എന്തെങ്കിലും ഒരു മ്യൂസിക് നമ്മളോട് പ്ലേ ചെയ്യാനായിട്ട് പറയും. സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിയുടെ പേര് ഞാൻ പറയും, എന്തെങ്കിലും ഒരു വസ്തുവിന്റെ പേര് ഞാൻ പറയും, അതൊന്ന് കണക്ട് ചെയ്ത് കൊണ്ടുവരണം. ഇതാണ് ടാസ്ക്. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പൊ മിനിമം ഒരു 5 പേരെങ്കിലും വേണ്ടേ നമുക്ക് ഈ ഗെയിം ചെയ്യാനായിട്ട്? സർ ഒന്ന് വന്നേ. പേരെന്ത്? ക്രിസ്പോൺ. ക്രിസ്പോൺ. ഓക്കെ, ക്രിസ്പോൺ. ക്രിസ്പോൺ പോൾ കറക്റ്റ് ആണോ? ശരി. ക്രിസ്പോൺ. അന്നമണി. ഓക്കെ, വെരി ബ്യൂട്ടിഫുൾ. അന്നമണി അന്നമണിക്ക് കയ്യിൽ കൊടുത്തല്ലായിരുന്നു. വേണ്ടായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കിക്കോ. സിമ്പിൾ ആണ്. നമുക്ക് തീരെ ചെറിയ കുട്ടികളൊന്നും ഇല്ലാത്ത കാരണം നിങ്ങളെ ഡിസ്റ്റൻസ് പോവാം. ഓക്കെ, പേര് എവിടെ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓഡിയൻസ് കൂടെ നമ്മുടെ ഗെയിമിലുണ്ട്. നിങ്ങളാണ് ശരിക്കും പറഞ്ഞ ഗെയിമിൽ ഞങ്ങളെ സഹായിക്കേണ്ടത്. ഇവിടെയുള്ള പ്രോപ്പർട്ടീസ് മാത്രം നമ്മൾ പറയുള്ളൂ. ഇവൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് അത് കൊടുക്കാം. അവർ തിരിച്ച് കസേരയിൽ വന്ന് ഇരുന്നതിന് ശേഷം അത് റിട്ടേൺ ചെയ്യും. സ്പോട്ടിൽ അത് റിട്ടേൺ ചെയ്യും. പക്ഷെ ഒന്ന് കൊടുത്ത് സഹായിക്കണം. പ്രതീക്ഷിച്ചോട്ടെ, എളുപ്പം ഉണ്ടാവില്ലേ? റെഡി അല്ലേ? ഓക്കെ, നമ്മളിപ്പോ കളക്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു മൊബൈൽ ഫോണാണ്. പെട്ടെന്ന് ഹലോ പെട്ടെന്ന് ചോദിച്ചോ. പെട്ടെന്ന് ഓക്കെ, സ്ട്രോങ് മ്യൂസിക് കളക്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പോകുന്നത് ഒരു വാച്ചാണല്ലേ. ഒറ്റ വാച്ച്. അമൽ അല്ല, ഹലോ പെട്ടെന്ന് ഓടിക്കോ. ഒറ്റ വാച്ച്, ഒരു വാച്ച്, ഒരേ ഒരു വാച്ചേ വേണ്ടൂ. ആരെങ്കിലും ഒന്ന് കൊടുക്കുന്നേ, കുട്ടികളല്ലേ ഒന്ന് കൊടുക്കുന്നേ. ലോകത്തിന് ഒരു വാച്ച് ഒന്ന് കൊടുക്കുന്നേ, ഒരാൾ കൊടുക്കുന്നേ. ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ്, വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ആണ്. ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് ഒന്ന് കൊടുക്കുന്നേ. വേഗം വന്നിരിക്കണേ. ഒരെണ്ണം മതി.
अटैच किया रे कभी छोड़ दिया दिल कभी टच किया रे साड़ी के पाल से कभी मैच किया रे कभी छोड़ दिया दिल कभी टच किया साया जब से मिला तेरा साया भाया मुझे हर बार तू भाया लाया सपने हजार बुलाया ऐसे ऐसे हाँ ऐसे ऐसे हाँ ऐसे 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 सच करके मैं सपने
Lamborghini चलाई जाने ओ Lamborghini चलाई जाने ओ सानू भी झूठा दे दो इत्थे कल्ले कल्ले जाई जाने ओ सानू भी झूठा दे दो इत्थे कल्ले कल्ले जाई जाने ओ मोरे गाँव नच मारेगी मोरे गाँव नच मारेगी सानू भी झूठा दे दो इत्थे कल्ले कल्ले जाई जाने ओ You got one I wanna swing it. The kick on I gotta get the notch, I try to get hey, I think about it every day. Baby looking like cause I'm on a play. Hey, like a tight, like a goofy. That's what I like. Bitch, stop at the feet. Said it be crazy. Gotta be like a beat. Jelly be doing it on with your jelly. Yeah, I'm a bitch, I'm ready to go to Langadi. Throw it back and bubble up in front of me. Everybody tryna figure out your recipe. Just tryna get a piece, baby. But you wanna get crazy, crazy. Should take it slow, then chitty, chitty. Hey, baby, let me see it. I just wanna eat it. Baby, let me see it. No, I really need it. Oh, baby, let me see it. I just wanna eat it. I know the things that you like. Lamborghini
है तुमसे पूछिए तो मेरा जवाब तन्हाई से तुम्हारी फिरता कितना मैं जानते मनहारी से तुम्हारी मिलता
Count